ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2147. ഇന്ന് നവംബർ മാസം 16-ാം തീയതി. ഈ ആണ്ടിലെ 320-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സഭയുടെ ശുദ്ധീകരണ ദിനം കഴിഞ്ഞ്, സഭയുടെ പുനഃപ്രതിഷ്ഠയുടെ ദിനവും കഴിഞ്ഞ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. അതും മനുഷ്യ ജീവിതത്തിനിടയിലേക്ക്. സ്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറെന്നാണ് ഈ ദിനം അറിയപ്പെടുന്നത്. ദീർഘകാലം ദൈവസന്നിധിയില് എന്തിനു വേണ്ടിയോ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദമ്പതികൾ, അവർക്കിടയിലേക്ക് ദൈവത്തിന്റെ ഇടപെടലുണ്ടാകുന്നു, വലിയ ദൈവ അനുഗ്രഹമുണ്ടാകുന്നു, വലിയ ദൈവ അനുഭവം ഉണ്ടാകുന്നു. പൊതുവെ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്, അങ്ങനെയാണ് എല്ലാവരും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള സ്കറിയ പുരോഹിതന്റെ ജീവിതത്തെയോ അല്ലെങ്കിൽ ഭാര്യയായ എലിശബയുടെ ജീവിതത്തെയോ നമ്മളൊന്ന് ഓർത്തെടുത്തിട്ടുണ്ടോ? ഈ ദിനം അതിനുവേണ്ടിയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനമാണ്. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ആരാണ്? നമ്മളിപ്പോൾ ഏത് ദമ്പതികളെ കുറിച്ചാണോ മിണ്ടിത്തുടങ്ങിയത് അവരെ കുറിച്ചാണ്. ആരുടെ സാക്ഷ്യമാണ്? ശരിക്കും സുവിശേഷത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. അത്രയും നല്ലൊരു സ്വഭാവ സാക്ഷ്യപത്രം മറ്റാർക്ക് കിട്ടിയിട്ടുണ്ടാവും? ദമ്പതികളെ കുറിച്ചാണ്. ദൈവത്തിന്റെ മുമ്പിൽ അവർ നീതിനിഷ്ഠരായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരായിരുന്നു. അത്രയും നമുക്കൊന്നെടുത്താൽ ഇവരുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തിറങ്ങേണ്ടതാണ്. വളരെ പെർഫെക്റ്റായ മനുഷ്യര് അല്ലേ? ഒരു ദാമ്പത്തികം, കുടുംബം, ജീവിതം അങ്ങനെയാണ് അവിടെ വരച്ചു കിട്ടുന്നത്. എന്നിട്ടും അവരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകളെന്നല്ല, എന്തൊക്കെയോ സ്വകാര്യ സങ്കടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. തുടർന്ന് വരുന്ന വചനമാവട്ടെ അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതൊരു കുറവായിട്ടല്ല, ഒരുപക്ഷെ ഒരു സങ്കടമാവാം അല്ലേ? അതിനെ കുറവായിട്ട് കാണുന്നവരുമുണ്ടാവും. മനുഷ്യ ജീവിതത്തില് ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ അനുഗ്രഹം കൃത്യമായി കിട്ടണമെന്നുള്ള ഒരു നിർബന്ധത്തില്, ആഗ്രഹത്തില് നമ്മളും നന്നായി ജീവിക്കുമ്പോൾ, ഒരു വ്യവസ്ഥ വെച്ച് ജീവിക്കുമ്പോൾ ഇവരെ നോർക്കാൻ നല്ലതാണ്. നമ്മൾ നമ്മളുടെ ഭാഗം പരമാവധി നന്നായി ജീവിക്കുക. അത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനോ ദൈവം എന്തെങ്കിലും പ്രസാദിച്ച് തരുവാനോ വേണ്ടി ആകരുത്. നമ്മൾ നമ്മളുടെ ഭാഗം കൃത്യമായി നിർവഹിക്കുന്നവരാണോ എന്ന് ഈ നല്ല ദിനം ഒന്ന് സ്വയം പരിശോധിക്കാം. ആമേൻ.